ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ ഒരു മെഗാസ്റ്റാറായ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ രണ്ട് റിലീസ് സിനിമകളാണല്ലോ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയത്. രണ്ട് സിനിമകൾ ഒന്ന് വലിയ പ്രതീക്ഷകളോടെയും മറ്റൊന്ന് ആരും അറിയാതെയും തിയേറ്ററുകളിലേക്ക് എത്തി അമ്പേ പരാജയമായി മാറുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കണ്ടത്. വെള്ളിയേട്ടൻ പോലൊരു മാസ് ചിത്രത്തിന്റെ റിലീസ് പതിപ്പിന്റെ കളക്ഷൻ ഒന്നും തന്നെ എന്തായാലും മെഗാസ്റ്റാറിനെ തളർത്തുന്നില്ല എന്നാണ് നമ്മുടെ ഇക്കയുടെ അടുത്ത റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ ലൈനപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ മാസം അവസാനം വെള്ളിയേട്ടനാണ് റിലീസ് ചെയ്തതെങ്കിൽ ഈ മാസം റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത് രജനികാന്ത് നായകനെ എത്തിയ നമ്മുടെ മലയാളത്തിന്റെ മമ്മൂട്ടി പ്രധാന റോളിലെത്തിയ ദളപതി എന്ന സിനിമയാണ്. നാളെ ഡിസംബർ 12-ാം തീയതി രജനിയുടെ ജന്മദിനം പ്രമാണിച്ച് സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. തമിഴ്നാട്ടിൽ ഇതിനോടകം തന്നെ രജനിയുടെ പേരിൽ വലിയ സ്വീകാര്യത ചിത്രം റിലീസിന് മുന്നേ റിലീസ് ബുക്കിംഗിന്റെ കാര്യത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരു മെഗാസ്റ്റാർ കൂടി ഭാഗമായ സിനിമ എന്ന നിലയിൽ 50-ലധികം സ്ക്രീനുകളിലെ സിനിമ കേരളത്തിലും റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. കളക്ഷൻ കേൾക്കുവാനായിട്ട് കാത്തിരിക്കൂ. അടുത്ത മാസവും മമ്മൂട്ടിക്ക് ഒരു റിലീസ് ഉണ്ട് എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അത് ആവനാഴി എന്ന സിനിമയുടെ റിലീസ് ആണ്. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ് എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. ഈ ഡിസംബർ 18-ാം തീയതി സിനിമയുടെ ട്രെയിലർ വമ്പൻ ലോഞ്ചോടെ വരാനായിട്ടിരിക്കുകയാണ്. IV ശശി സംവിധാനം ചെയ്ത സിനിമ ജനുവരി 2-ാം തീയതിയോ മറ്റോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അവനാഴിക്ക് ശേഷം വീണ്ടും ജനുവരി മാസം തന്നെ മറ്റൊരു സിനിമ കൂടി റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നു. അത് മമ്മൂട്ടിയുടെ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയായ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയാണ്. തിയേറ്ററുകളിലെ വമ്പൻ കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഇപ്പോൾ തന്നെ കൂടുതൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന സിനിമ ജനുവരി 16-ലേക്ക് ചാർട്ട് ചെയ്തു എന്നാണ് ഒരു മാസം മുന്നേ വന്ന അപ്ഡേറ്റ് എങ്കിൽ പോലും റിലീസ് നീളാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ പറഞ്ഞ സിനിമകൾ കൂടാതെ രണ്ട് സിനിമകൾ കൂടി റിലീസിന് തയ്യാറെടുക്കുന്നു. അതിലൊന്ന് ഭരതന്റെ മമ്മൂട്ടി നായകനായി എത്തിയ അമരം എന്ന സിനിമയാണെങ്കിൽ മറ്റൊന്ന് 1921 എന്ന മറ്റൊരു ചരിത്ര സിനിമയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നമ്മുടെ മെഗാസ്റ്റാറിന് റിലീസുകളുടെ ഒരു പൂരം തന്നെയാണ് തിയേറ്ററുകളിൽ. വെള്ളിയേട്ടൻ എന്ന സിനിമയുടെ ക്ഷീണമെല്ലാം തന്നെ മറ്റു സിനിമകൾക്ക് തീർക്കാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾ കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമ ഇത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക്.